കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ ചെറിയൊരു കഥ പറയാം. പണ്ട് ഒരു നദീതീരത്ത് രണ്ട് ബുദ്ധ സന്യാസിമാർ തപസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു മരത്തണലിൽ എല്ലാ ദിവസവും അവർ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടത്തേക്ക് മൂന്നാമതൊരു സന്യാസി വന്നു. ഞാനും നിങ്ങളെ കൂടെ ഇവിടെ ഇരുന്ന് തപസ് ചെയ്തോട്ടെ എന്ന് രണ്ട് സന്യാസിമാരോട് ചോദിച്ചു. അപ്പം അതിന് രണ്ട് സന്യാസിമാരും സമ്മതം മൂളി. അപ്പോൾ മൂന്നാമത്തെ സന്യാസിയും മരത്തണലിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാനം ഇരുണ്ടു, മഴ പെയ്യാനുള്ള സാധ്യത കണ്ടു. അപ്പോൾ ആദ്യത്തെ സന്യാസി പറഞ്ഞു, വസ്ത്രങ്ങളൊക്കെ പുറത്ത് ഇട്ടിരിക്കുകയാണ്, അപ്പം അതിനെ ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സന്യാസി പറഞ്ഞു, കുറേ വിറകുകളൊക്കെ പുറത്ത് കിടപ്പുണ്ട്, അപ്പം അത് ഞാൻ വീട്ടിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും നദിയിലേക്ക് ഇറങ്ങി. നദിയുടെ മുകളിലൂടെ നദിയുടെ അക്കരെയായിരുന്നു വീട്, അവിടത്തേക്ക് നടന്നു പോകാൻ തുടങ്ങി. മൂന്നാമത്തെ സന്യാസി ഇത് കണ്ട് അന്തം വിട്ടു. പുഴയുടെ മുകളിലൂടെ, വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് നമ്മളുടെ രണ്ട് സന്യാസിമാർ നടന്നു കൊണ്ടുപോകുന്നത്. അപ്പം ഇത് കണ്ട് മൂന്നാമത്തെ സന്യാസിക്ക് അത്ഭുതപ്പെട്ടു. എങ്കിലും വിചാരിച്ചു, ഞാൻ ഒരുപാട് വർഷമായിട്ട് തപസ് ചെയ്യുന്നതാണ്, ഈ രണ്ട് സന്യാസിമാരെക്കാളും കൂടുതൽ അത്ഭുത ശക്തി എനിക്കുണ്ടാകും. അവർ അപ്പുറത്ത് പോയി തിരിച്ചു വന്ന ശേഷം എൻ്റെ അത്ഭുത ശക്തികൾ അവർക്ക് കാണിച്ചു കൊടുക്കും ഞാൻ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ രണ്ട് സന്യാസിമാർ തിരിച്ചു വന്നു. ഇപ്പോൾ മൂന്നാമത്തെ സന്യാസിയുടെ അത്ഭുത ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് ഇറങ്ങി. പക്ഷെ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ പറ്റുന്നില്ല. ഒരു 4 ചുവട് മുന്നോട്ട് വെച്ചപ്പോൾ കഴുത്തറ്റം വരെ വെള്ളമായി. അപ്പോൾ ഇത് കണ്ട് രണ്ട് സന്യാസിമാർ വന്ന് ഈ മൂന്നാമത്തെ സന്യാസിയെ കരക്ക് കയറാൻ സഹായിച്ചു. അപ്പം എന്നിട്ട് രണ്ട് സന്യാസിമാർ അവർ പോയ വഴി കാണിച്ചു കൊടുത്തു. അപ്പം അവിടെ എന്തായിരുന്നു? മരത്തൂണുകൾ അവർ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. മഴക്കാലത്ത് പുഴയുടെ വെള്ളം ഒരുപാട് ഉയരുമെന്ന് മനസ്സിലാക്കിയ സന്യാസിമാർ മുമ്പേ തന്നെ മരത്തൂണുകൾ പുഴയുടെ അടിയിൽ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മരത്തൂണുകൾ ചവിട്ടിയാണ് അവർ അക്കരെ കടന്നത്. ഇത്രയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പം അതിന് ശേഷം വരുന്ന 6ാമത്തെ ചാപ്റ്ററാണ് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അതായത് നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന ഡിഫറൻഷ്യബിലിറ്റി, അതിൻ്റെ അപ്ലിക്കേഷനാണ് 6ാമത്തെ ചാപ്റ്റർ. 7ാമത്തെ ചാപ്റ്റർ ഇൻറ്റഗ്രൽസ്, അതായത് ആൻറ്റി ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. അതായത് ഡിഫറൻസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇൻറ്റഗ്രേഷൻ. 8ാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, അതായത് 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇൻറ്റഗ്രേഷൻ പഠിക്കും, അതിൻ്റെ അപ്ലിക്കേഷനാണ് 8ാമത്തെ ചാപ്റ്റർ. ഇനി 9ാമത്തെ ചാപ്റ്റർ വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. 9ാമത്തെ ചാപ്റ്ററിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യാനുണ്ടാകും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഉണ്ടാകും. അതിനൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സും ഇൻറ്റഗ്രൽസും ഉപയോഗിക്കും. അതായത് ഈ 5 ചാപ്റ്റേഴ്സ് കാൽക്കുലസിൽ നമ്മൾ പഠിക്കുന്ന ഈ 5 ചാപ്റ്റേഴ്സും 5ാമത്തെ ചാപ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബാക്കി 4 ചാപ്റ്റേഴ്സും വരുന്നത്. അതായത് 5ാമത്തെ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി വരുന്ന ഈ വലിയ പുഴ നമുക്ക് വളരെ ഈസി ആയിട്ട് കടക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്ററായ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം. അങ്ങനെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ പുഴ, ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കടന്നു കയറാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയുടെയും ഡെഫിനിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ആ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ഒരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നമ്മളത് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുമുണ്ട്. അതെന്താണെന്നറിയാവോ? ലിമിറ്റാണ്. ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യുന്നത്, ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇൻറ്റഗ്രേഷൻ കണ്ടുപിടിക്കുന്ന സമയത്തും ലിമിറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇൻറ്റഗ്രേഷൻ ആസ് സം ഓഫ് എ ലിമിറ്റ്. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഫസ്റ്റ് ഇയർ ചാപ്റ്റർ 13 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അതിൽ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. ലിമിറ്റ്. കൺസിഡർ എ ഫംഗ്ഷൻ f of x and a fixed number a.
എക്സ് ടെൻസ് ടു എ, ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. എക്സ് ടെൻസ് ടു എ മീൻസ് എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു എ. That is difference between x and a, that is modulus of x minus a becomes smaller and smaller. അതായത് എക്സ് ടെൻസ് ടു എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എ എന്ന് പറഞ്ഞ വാല്യൂൻ്റെ അടുത്തേക്ക് പോകും, അപ്രോച്ചസ് ടു എ. അപ്പോൾ എന്താകും, ഓട്ടോമാറ്റിക്കായിട്ട് എക്സും എയും തമ്മിലെ ദൂരം കുറഞ്ഞുകൊണ്ട് പോകും. ഓക്കെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. അത് വായിക്കേണ്ടത് എക്സ് ടെൻസ് ടു എ ഓർ എക്സ് അപ്രോച്ചസ് ടു എ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ലെറ്റ് എ ഈക്വൽ ടു 2. ഇപ്പോൾ എക്സ് 2ലേക്ക് പോകാൻ 2 വഴികളുണ്ട്. ഏതൊക്കെയാണ്? എക്സ് ടെൻസ് ടു 2 ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് ഓഫ് 2 ഓർ ഫ്രം റൈറ്റ് ഓഫ് 2. ഇതുപോലെ ഈ 2ലേക്ക് വരാൻ 2 വഴികളാണ്. റിയൽ നമ്പർ ലൈനിലൂടെ വരണം. എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് ഓഫ് 2, ഇവിടുന്ന് ഇങ്ങനെ പോകാം. അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു 2 ഫ്രം റൈറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് 2ലേക്ക് പോകാം. ഇഫ് എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ് വി ഡിനോട്ട് ഇറ്റ് ബൈ എക്സ് ടെൻസ് ടു 2 മൈനസ്. ഇപ്പോൾ എക്സ് ടെൻസ് ടു 2 മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ്, എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു 2 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 2. ലെഫ്റ്റ് സൈഡിലെ വാല്യൂസ് എല്ലാം 2നേക്കാളും ചെറിയ വാല്യൂസ് ആണ്. അപ്പോൾ എക്സ് ടെൻസ് ടു 2 മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു 2 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 2. ഇഫ് എക്സ് ടെൻസ് ടു 2 ഫ്രം റൈറ്റ് സൈഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ടെൻസ് ടു 2 പ്ലസ്. ഓക്കെ, 2 പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. എക്സ് ഇസ് ടെൻഡിങ് ടു 2 ഫ്രം റൈറ്റ് സൈഡ്. എക്സ് ഇവിടെ നിന്ന് ഇങ്ങനെ 2ൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇവിടെയുള്ള വാല്യൂസ് എല്ലാം 2നേക്കാളും വലിയ വാല്യൂസാണ്. ഓക്കെ, എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു 2 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആൻഡ് എ ഈക്വൽ ടു 2. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് എടുക്കുന്ന വാല്യൂസ് ഒന്ന് ശ്രദ്ധിക്കുക. എക്സ് ടേക്സ് വാല്യൂസ് 1.9, 1.95, 1.97, 1.99, 1.999, 1.9999. എന്താ സംഭവിക്കുന്നത്? എക്സ് ഇസ് ടെൻഡിങ് ടു 2. വാല്യൂ ഇങ്ങനെ കൂടിയിട്ട് ചെറിയ തോതിലാണ് കൂടുന്നത്. അങ്ങനെ കൂടിയിട്ട് എവിടത്തേക്കാണ് പോകുന്നത്? 2ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ വാല്യൂസ് തന്നെ എടുക്കണമെന്നില്ലേ. ഈ 2 വാല്യൂൻ്റെ അടുക്ക് ഒരുപാട് ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ടാകും. ഞാനിവിടെ അതെല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് വാല്യൂസ് മാത്രമേ ഇപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ജിയോജിബ്രയിൽ നമുക്ക് കുറച്ചും കൂടി ഗ്യാപ്പ് ഒരുപാട് കുറച്ചിട്ട് അതിൽ നോക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വാല്യൂസ് മാത്രമേ ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വെൻ എക്സ് ഇസ് 1.9, എഫ് ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് 3. 1.9 പ്ലസ് 3 ദറ്റ് ഇസ് 4.9. വെൻ എക്സ് ഇസ് 1.95, 1.95 plus 3, 4.95. X is 1.97, f of x is 4.97. When x is 1.99, f of x is this value plus 3. So 4.99. Okay, here 4.999. Here we get 4.9999. ഈ വാല്യൂ എവിടത്തേക്കാണ് പോകുന്നത്? Okay, this value tending to 5. That is f of x tends to 5. So, x is very close to 2 and x is less than 2. Here, x is very close to 2 and x is less than 2. It is denoted by x tends to 2 minus. Minus ഇവിടെ മുകളിൽ ചെറുതായിട്ട് ഇടണം. 2 minus. And f of x tends to 5. When x tends to 2 minus, f of x tends to 5. This is denoted by limit x tends to 2 minus f of x equal to 5. ഇതിനെയാണ് നമ്മൾ ഇതുപോലെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എക്സ് ടെൻസ് ടു 2 മൈനസ് മീൻസ് എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു 2 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 2. അപ്പോൾ എക്സ് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് 5ലേക്ക് അപ്രോച്ച് ചെയ്യും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5.
and is known as left hand limit. ഇതിനെ നമ്മൾ പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. എക്സ് ടെൻസ് ടു 2 മൈനസ് ആവണം, അതായത് എക്സ് ലെസ് ദാൻ 2 ആയിരിക്കണം. ഇൻ ജനറൽ ആസ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ, then we write limit x tends to a minus f of x equal to L. That is x tends to a and x is less than a, then f of x tends to L. It is denoted like this. Limit x tends to a minus f of x equal to L. And this is known as left hand limit. Now consider same function f of x x plus 3 a equal to 2. നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. എക്സിൻ്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ 2.1, 2.05, 2.01, 2.001, 2.0001, 2.0001. എക്സിൻ്റെ വാല്യൂ എന്താകുന്നുണ്ട് ഇവിടെ? എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് 2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എക്സ് ഇസ് ടെൻഡിങ് ടു 2 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2. ഇവിടെയുള്ള എക്സിൻ്റെ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ 2 ആണ്. ഓക്കെ, വാല്യൂ ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ 2ലേക്ക് പോകുന്നതാണ്. എക്സ് ഇസ് ടെൻഡിങ് ടു 2 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് പ്ലസ് 3 ആണ്, ഇതിൻ്റെ കൂടെ പ്ലസ് 3 ചെയ്യണം. 2.1 പ്ലസ് 3 5.1, 5.05, 5.01, 5.001, 5.001, 5.0001. എവിടത്തേക്കാണ് ഇത് ടെൻഡ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ടെൻഡിങ് ടു 5. എക്സ് ഇസ് ടെൻഡിങ് ടു 2 ഫ്രം റൈറ്റ് സൈഡ്. When x tends to 2 from right side, it is denoted by x tends to 2 plus. അപ്പോൾ x tends to 2 plus കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. x takes values very close to 2 and x is greater than 2. x is approaching to 2 from right side. Right side എന്നാണ് 2ലേക്ക് പോകുന്നത്. Here, when x tends to 2 plus, f of x tends to 5. That is, limit x tends to 2 plus f of x equal to 5. And is known as right hand limit of f of x at x equal to 2. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അതായത് എക്സ് ഇസ് ടെൻഡിങ് ടു 2 ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 2. ആസ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ, then it is denoted by limit x tends to a plus f of x equal to L and is known as right hand limit of f of x at x equal to a. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ്, അതായത് എക്സ് അപ്രോച്ചസ് ടു എ ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ. റൈറ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് പോവാണ്. ഓക്കെ, ദെൻ ഇഫ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എൽ, ദിസ് ഇസ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ. Then we denote it as limit x tends to a plus f of x equal to L. Now for this function f of x equal to x plus 3 at a equal to 2, limit x tends to 2 minus f of x equal to 5 and limit x tends to 2 plus f of x equal to 5. Now this 5 is a finite real number. Okay, this is a finite real number. So left hand limit and right hand limit exist. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരിക്കണം. ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ഒക്കെ ആവാൻ പാടില്ല. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 5 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അതായത് ഈക്വൽ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അതായത് ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. അത് മാത്രമല്ല, അവ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്, ഈ വാല്യൂ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, ഇഫ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് and they are equal, then we say that limit x tends to 2 f of x exist and the value of this limit is equal to this common value 5. If the left hand limit and right hand limit coincide, we call that common value as the limit of f of x at x equal to a
and it is denoted by limit x tends to a f of x. That is, if limit x tends to a minus f of x equal to L, limit x tends to a plus f of x equal to L. Implies limit x tends to a f of x equal to L. രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഈക്വൽ ടു സെയിം വാല്യൂ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് ദാറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു എൽ. ഇതിൻ്റെ വാല്യൂ എൽ തന്നെ ആയിരിക്കും, ഈ കോമൺ വാല്യൂ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോട്ടിൽ നന്നായിട്ട് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണിത്. ഈ ലിമിറ്റ്, ഇതിൻ്റെ ഈ ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നോട്ടിൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. നമ്മളിവിടെ ഇപ്പോൾ ഇനി എക്സാമ്പിളാണ് നോക്കാൻ പോകുന്നത്. ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. 5 പ്രോബ്ലംസ് ആണ് ഇതിലിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x square minus 1 x less than or equal to 1 minus x square minus 1 when x greater than 1. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫംഗ്ഷൻ ഇസ് എക്സ് സ്ക്വയർ മൈനസ് 1. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 ഫംഗ്ഷൻ ഇസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇതുപോലെ പീസ് വൈസ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഇവിടെ ശ്രദ്ധിച്ചോളണേ. 1 വെച്ചിട്ടാണ് ഫംഗ്ഷൻ്റെ സ്വഭാവം മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ടു ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, 1 മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എക്സ് ടെൻസ് ടു 1 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 1. ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. 1 മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ലെസ് ദാൻ 1, എക്സ് ഇസ് ടെൻഡിങ് ടു 1 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ എന്താ? വെൻ എക്സ് ലെസ് ദാൻ 1 വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്സ് സ്ക്വയർ മൈനസ് 1. ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ നോക്കാം. അതിൽ എക്സ് ലെസ് ദാൻ 1 വരുന്നിടത്ത് ഫംഗ്ഷൻ്റെ സ്വഭാവം എന്താ? എക്സ് സ്ക്വയർ മൈനസ് 1. അത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇവിടുത്തെ എക്സ് ടെൻസ് ടു 1 മൈനസിന് പകരം എന്ത് എഴുതണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എന്ന് എഴുതണം. ഓക്കെ, 1 മൈനസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഫംഗ്ഷനെ ഇവിടെ റീപ്ലേസ് ചെയ്തു. വെൻ എക്സ് ലെസ് ദാൻ 1 എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ മൈനസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ലിമിറ്റ് കണ്ടുപിടിക്കാം. എക്സ് ഉള്ള സ്ഥലത്ത് ഈ 1 കൊടുത്താൽ മതി. റീപ്ലേസ് ദിസ് എക്സ് ബൈ 1. 1 square minus 1. 1 square is 1. 1 minus 1 is 0. So left hand limit is equal to 0. Right hand limit is equal to limit x tends to 1 plus f of x. X tends to 1 plus means x takes values very close to 1 and x is greater than 1. ഓക്കെ, ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. 1 പ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 1. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് ഇല്ലതിന് പകരം എന്താ എഴുതേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 1 എഫ് ഓഫ് എക്സ് ഇസ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി നമ്മൾ ലിമിറ്റ് കാണണം. ലിമിറ്റ് കാണാൻ എന്ത് ചെയ്യണം? എക്സ് ഉള്ള സ്ഥലത്ത് 1 കൊടുക്കാം. എക്സ് ഇസ് ടെൻഡിങ് ടു 1. സോ പുട്ട് എക്സ് ഈക്വൽ ടു 1. റീപ്ലേസ് ദിസ് എക്സ് ബൈ 1. So minus 1 square minus 1. Minus 1 square is minus 1 minus 1. Minus 1 minus 1 is minus 2. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഈ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. എക്സിന് 1 കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് 1 സ്ക്വയർ ആണ്. ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന അറിയോ? മൈനസ് 1 സ്ക്വയർ 1 എന്ന് എഴുതും. അപ്പോൾ ആൻസർ മൊത്തം തെറ്റിപ്പോകും. ഈ മൈനസ് ഇവിടെ പുറത്താണ് ഇരിക്കുന്നത്. ഈ സ്ക്വയർ ഈ മൈനസിന് ബാധകമല്ല. മൈനസ് വേറെ തന്നെയാണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുക്കണം. മൈനസ് 1 സ്ക്വയർ. മൈനസ് 1 സ്ക്വയർ ഇസ് മൈനസ് 1. മൈനസ് 1 മൈനസ് 1 ഇസ് മൈനസ് 2. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കിട്ടിയ ആൻസർ 0. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? മൈനസ് 2 ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ബിക്കോസ് 0 is a finite real number. Right hand limit exists since minus 2 is a finite real number. Both left hand limit and right hand limit exist, but they are not equal. Left hand limit is not equal to right hand limit. Limit x tends to 1 minus f of x is not equal to limit x tends to 1 plus f of x. അപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ എന്താ സംഭവിക്കുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യണം.
ഈക്വൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് 0 - 2 ആണ്. 0 is not equal to -2. So this limit does not exist. Now second one, find limit extends to 0 f of x and limit extends to 1 f of x where f of x equal to 2x plus 3 x less than or equal to 0, 3 into x plus 1 when x greater than 0. ഫംഗ്ഷൻ്റെ സ്വഭാവം മാറുന്നത് x equal to 0 ആ പോയിന്റിൽ നിന്നാണ് ഫംഗ്ഷൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. പക്ഷേ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒറ്റൊരു ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ലിമിറ്റ് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ആദ്യം നമുക്ക് ഇത് ചെയ്യാം, അതിനുശേഷം ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കാണാൻ എന്തൊക്കെ കണ്ടുപിടിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കണം. To find limit extends to 0 f of x, we have to find both left hand limit and right hand limit at x equal to 0. Limit extends to 0 minus f of x extends to 0 minus കൊണ്ട് ഉദ്ദേശിക്കുന്നത് x is very close to 0 and x is less than 0. ഇവിടെ മൈനസ് കാണുമ്പോൾ തന്നെ മനസ്സിൽ ഓർക്കണം x less than 0. When x less than 0, what is f of x? f of x is 2x plus 3. ഓക്കെ, ഇനി ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. എക്സ് ഉള്ള സ്ഥലത്ത് 0 കൊടുത്താൽ മതി. റീപ്ലേസ് ദിസ് എക്സ് ബൈ 0. 2 into 0 plus 3. 2 into 0 is 0. 0 plus 3 is 3. So left hand limit is 3. Limit extends to 0 plus f of x extending to 0 and x is greater than 0. So this is equal to limit extends to 0 when x greater than 0. f of x is 3 into x plus 1. Now put x equal to 0. 3 into 0 plus 1. 0 plus 1 is 1. 3 into 1 is 3. So right hand limit is 3. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും രണ്ടും സെയിം ആണ്. ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ആർ ഈക്വൽ. സോ limit extends to 0 f of x exist and limit extends to 0 f of x equal to 3. ഇപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിൽ ആദ്യത്തതിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, രണ്ടാമത്തതിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഈ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ദേ ആർ ഈക്വൽ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x exist and is equal to 3, this value. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x. ഹിയർ x is greater than 0. x is tending to 1. x is very close to 1. അത് ലെഫ്റ്റ് സൈഡ് ആയാലും റൈറ്റ് സൈഡ് ആയാലും x greater than 0 ആണ്. x ഇരിക്കുന്നത് 1ൻ്റെ അടുത്താണ്. 1ൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ അത് 1ൻ്റെ ലെഫ്റ്റിലായി കഴിഞ്ഞാലും 1ൻ്റെ റൈറ്റിലായി കഴിഞ്ഞാലും രണ്ട് സ്ഥലത്തും x is greater than 0. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ 3 into x plus 1. f of x is equal to 3 into x plus 1 when x greater than 0. ഇപ്പോൾ ഈ f of x ഉള്ള സ്ഥലത്ത് 3 into x plus 1 എഴുതണം. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, എക്സിന് 1 കൊടുക്കാം. 3 into 1 plus 1. 1 plus 1 is 2. 3 into 2 is 6. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 കണ്ടുപിടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ 1ൻ്റെ അടുത്ത് ഫംഗ്ഷന്റെ സ്വഭാവം മാറുന്നില്ല. അത് എപ്പോഴും എന്ത് തന്നെയാണ്, 3 into x plus 1 തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം മാത്രം, ഈ ഒരു ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അതിൻ്റെ വാല്യൂ 6 ആയിരിക്കും. ഞാനിവിടെ ഇപ്പോൾ 3 ഫങ്ഷൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 3 പ്രോബ്ലംസും വളരെ സിമിലർ ആയ പ്രോബ്ലംസ് ആണ്. ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം ലിമിറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 3 പ്രോബ്ലംസ് എടുത്തിരിക്കുന്നത്. First one, f of x equal to 2x plus 3, x belongs to R. Domain is R, x belongs to R. For all x belongs to R, f of x is 2x plus 3. Now second one, f of x equal to 2x plus 3 when x less than or equal to 1 and equal to x plus 4 if x greater than 1. ഇതൊരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. എക്സ് ഈക്വൽ ടു 1 എന്ന് ഫംഗ്ഷൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. ഇവിടെ 2x plus 3, ഇവിടെ വരുമ്പോൾ എന്താ എക്സ് പ്ലസ് 4.
Now third one, f of x equal to 2x plus 3 when x less than or equal to 1, 2x minus 1 when x greater than 1. ഇതും ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ 2x പ്ലസ് 3, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ 2x മൈനസ് 1. എക്സ് ഈക്വൽ ടു 1 വെച്ചിട്ട് ഫംഗ്ഷൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x. Limit extends to 1 f of x is 2x plus 3. Write 2x plus 3. Then put x equal to 1. 2 into 1 plus 3, 5. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 അല്ല, ഇനി ഏത് വാല്യൂ തന്നാലും എക്സ്റ്റെൻസ് ടു 2 f of x is ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2x plus 3. എക്സ് ഉള്ള സ്ഥലത്ത് 2 കൊടുത്താൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 5, ഇവിടെ 1ന് പകരം 5 ആണെങ്കിൽ 2 into 5 plus 3 അങ്ങനെ കൊടുത്താൽ മതി. ഇൻ ജനറൽ limit extends to a f of x is limit extends to a 2x plus 3, replace x by a 2a plus 3. Okay, limit extends to a f of x is 2a plus 3. x ഉള്ള സ്ഥലത്ത് a കൊടുത്താൽ മതി. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസിയാണ്. ഏത് വാല്യൂ തന്നു കഴിഞ്ഞാലും, ഇപ്പോൾ ഞാനിവിടെ 1 എടുത്തിരിക്കുന്നത്, ഏത് വാല്യൂ തന്നു കഴിഞ്ഞാലും ഈ ഒരു ലിമിറ്റ് മാത്രമേ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റോ റൈറ്റ് ഹാൻഡ് ലിമിറ്റോ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലിമിറ്റ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഈ എക്സിൻ്റെ വാല്യൂ എക്സ് ഉള്ള സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് നമുക്ക് കിട്ടും. ഇതുപോലെ പീസ് വൈസ് ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 കണ്ടുപിടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എക്സ് ടെൻസ് ടു 1 മൈനസ് ആണ്. അത് ശ്രദ്ധിക്കണം. അതായത് എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഫംഗ്ഷൻ എടുക്കണം. എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താ? 2x പ്ലസ് 3. ഇപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് 2x പ്ലസ് 3 എന്ന് എഴുതണം. ഇവിടെ എക്സ് ടെൻസ് ടു 1 മാത്രം എഴുതിയാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, 2x പ്ലസ് 3. Now put x equal to 1. 2 into 1 plus 3, 5. Now limit extends to 1 plus, that is x is greater than 1. When x greater than 1, what is f of x? X plus 4. So write x plus 4. Then put x equal to 1. 1 plus 4, 5. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് ദേ ആർ ഈക്വൽ. അപ്പോൾ എന്താ? അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x എക്സിസ്റ്റ് ആൻഡ് ഇസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ഇതിൻ്റെ ലിമിറ്റും കൂടി കണ്ടുപിടിക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്, എക്സ് ഇസ് ടെൻഡിങ് ടു 1 മൈനസ്. സോ എക്സ് ഇസ് ലെസ് ദാൻ 1. വെൻ എക്സ് ലെസ് ദാൻ 1, എഫ് ഓഫ് എക്സ് ഇസ് 2x പ്ലസ് 3. Now put x equal to 1. 2 into 1 plus 3, 5. Now limit extends to 1 plus f of x, x is greater than 1. So function is 2x minus 1. So here we have to write 2x minus 1. Put x equal to 1. 2 into 1. 2 into 1 is 2. 2 minus 1 is 1. So right hand limit is 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ? 5. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഈക്വൽ അല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 f of x does not exist. For first one, f of x is 2x plus 3. For all x belongs to R, limit extends to 1 f of x exists and limit extends to 1 f of x equal to 5. For second one, limit extends to 1 minus f of x is equal to limit extends to 1 plus f of x, that is equal to 5. Both left hand limit, right hand limit exist and they are equal. So this limit exists and is equal to 5. Now for third one, left hand limit exists, right hand limit exists. Left hand limit is 5, right hand limit is 1. So they are not equal. So limit extends to 1 f of x does not exist. അപ്പോൾ ഇതൊക്കെ നോട്ടിൽ നല്ലപോലെ വൃത്തിക്ക് എഴുതാം. ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ നോക്കിയത് എക്സ്റ്റെൻസ് ടു 1 ആണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും വാല്യൂ നമ്മൾ എക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 ആണ് എടുത്തിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -2. എക്സ്റ്റെൻസ് ടു -2 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. എക്സ് ഇരിക്കുന്നത് -2ൻ്റെ അടുത്താണ്. അത് -2ൻ്റെ ലെഫ്റ്റ് സൈഡ് ആവാം, റൈറ്റ് സൈഡ് ആവാം. എക്സ് ഇസ് വെരി ക്ലോസ് ടു -2. ഇറ്റ് മേ ബി ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ്.
In both cases, x is less than 1. When x less than 1, f of x is 2x plus 3. അതായത് എക്സ് എപ്പോഴൊക്കെ വണ്ണിനേക്കാളും ചെറുതായിരിക്കുമോ അവിടെയൊക്കെ നമ്മൾ ഫംഗ്ഷൻ എടുക്കേണ്ടത് 2x plus 3 ആണ്. അപ്പോൾ ഈ വാല്യൂ വണ്ണിനേക്കാളും ചെറിയ വാല്യൂ ആണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എടുക്കേണ്ടത് 2x plus 3 ആണ്. ഡെഫിനേഷൻ നോക്കിയാൽ മതി, നമുക്കത് കിട്ടും. എക്സ് ഇസ് ലെസ് ദാൻ 1, സോ ഫംഗ്ഷൻ ഇസ് 2x plus 3. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് 2x plus 3. ഇനി നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാം. റീപ്ലേസ് എക്സ് ബൈ -2. 2 into -2 is -4. -4 plus 3 is -1. ഇവിടെ വേറൊരു വാല്യൂ എടുത്തിട്ടുണ്ട്. എക്സ് ഇസ് ടെൻഡിങ് ടു 3. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എക്സ് ഇസ് ടെൻഡിങ് ടു 3. എക്സ് ഇസ് വെരി ക്ലോസ് ടു 3. ആൻഡ് ഹിയർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 1. 3യുടെ അടുത്താണ് എക്സ് ഇരിക്കുന്നത്. എക്സ് ഇസ് വെരി ക്ലോസ് ടു 3. സോ എക്സ് ഇസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? 2x minus 1. അപ്പോൾ എക്സിന് ഇവിടെ എടുക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സിന് കൊടുക്കേണ്ടത് 2x minus 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് എക്സ് ബൈ 3. 2 into 3 minus 1, 6 minus 1, 5. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. വേറെ നമ്മൾ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എക്ക് നമ്മൾ വേറെ ഏത് വാല്യൂ -2, -3, -4 എക്സ് ലെസ് ദാൻ 1 എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന് 2x plus 3 എഴുതാം. ഒറ്റൊരു ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന ഏത് വാല്യൂ ഇവിടെ എക്ക് കൊടുത്തു കഴിഞ്ഞാലും അവിടെയും ഈ ഒരു ഒറ്റ ലിമിറ്റ് എടുത്താൽ മതി. ഫംഗ്ഷൻ മാത്രം അവിടെ എടുക്കേണ്ടത് 2x minus 1. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് വെക്കാം. ഇനി നമ്മൾ ഈ 3 ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഗ്രാഫ് തന്നിട്ട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ 2x plus 3 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു R. 2x plus 3 ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കണ്ടുപിടിക്കാൻ ആ ഫംഗ്ഷൻ ഡയറക്റ്റ് എടുക്കാം. എക്സ് ഉള്ള സ്ഥലത്ത് എ കൊടുക്കുക. 2a plus 3 എന്ന് കിട്ടും. ഒറ്റൊരു ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. ലെഫ്റ്റ് റൈറ്റ് വേറെ വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് that is equal to 2a plus 3. Second function 2x plus 3 when x less than or equal to 1, x plus 4 otherwise. ഇപ്പോൾ ഇവിടെ ഗ്രാഫ് നോക്കി 2x plus 3 നേരത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ x1 വരുന്ന സ്ഥലത്ത് ഇവിടുന്ന് ചെറിയൊരു ബെൻഡ് വന്നിട്ട് പോകുന്നുണ്ട് ഗ്രാഫ്. എക്സ് പ്ലസ് 4 ആണ്. എക്സ് ഈക്വൽ ടു 1ൻ്റെ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ എടുക്കുന്നത് എക്സ് പ്ലസ് 4 ആണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട് നമ്മുടെ ഗ്രാഫിന്. ഇതാണ് ജി ഓഫ് എക്സിൻ്റെ ഗ്രാഫ്. മൂന്നാമത്തെ ഫംഗ്ഷൻ 2x plus 3 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 2x minus 1 അതർവൈസ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, അറ്റ് ദ വാല്യൂ എക്സ് ഈക്വൽ ടു 1, 1ൻ്റെ ലെഫ്റ്റിലേക്ക് ഗ്രാഫ് ഇതുപോലെ ഇങ്ങനെ വരും. ഇവിടത്തേക്ക് 5 വരെ പോകും. പക്ഷെ 1ൻ്റെ റൈറ്റിലേക്ക് ഇവിടുന്ന് ഗ്രാഫ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. വെൻ എക്സ് ഇസ് 1, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് 5, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് 1. ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ഇവിടെ എന്താണ്, ഗ്രാഫ് 2 പീസായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടുന്ന് ഒറ്റൊരു ചാർട്ടാണ് എഫ് ഇവിടത്തേക്ക് 1ലേക്ക്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോകും. ഗ്രാഫും കൂടി നോട്ട് ബുക്കിൽ സൈഡിൽ വരച്ച് വെച്ചേക്കണം. നിങ്ങൾക്ക് ഫംഗ്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ലിമിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഫോർമുലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.